നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് യാത്രക്കാരായ 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1:30 വടക്കാഞ്ചേരി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുട്ടിക്കലിലാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശികളായ രഞ്ജിത്ത്, അശ്വിൻ, നേത്ര, ബാലസുബ്രഹ്മണ്യൻ, കണ്ണൻ, അനുശ്രീ, സുവർണ എന്നിവരെ എരുമപ്പെട്ടി എക്സ് ആംബുലൻസിലും സുകുമാരി, ലത, വിനോദ്, സുമതി, ഭാഗ്യവ്, ദീപ്ത, ഭരത്, രത്നകുമാർ എന്നിവരെ വടക്കാഞ്ചേരി എക്സ് ആംബുലൻസിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ സുവർണ, രഞ്ജിത്ത്, വിനോദ്, ബാലസുബ്രഹ്മണ്യൻ, സുകുമാരി എന്നിവരെ പിന്നീട് തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച് ഗൃഹനാഥയ്ക്ക് പൊള്ളലേറ്റ സംഭവം. സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധം. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിന് സമീപം പൈപ്പ് വഴി വിതരണം ചെയ്യുന്ന പാചകവാതകം ചോർന്നതിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് പൊള്ളലേറ്റ സംഭവത്തിലാണ് സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധമുയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് കുന്നംകുളം കുറുക്കൻപാറ സ്വദേശിനി ചോഴിയാട്ടിൽ വീട്ടിൽ 78 വയസ്സുള്ള ലീലയ്ക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. വീട്ടിലെ കുളിമുറിയിൽ വെച്ചാണ് സ്ഫോടനമുണ്ടായത്. വാട്ടർ ഹീറ്റർ ഓഫ് ചെയ്യുന്നതിനിടയിലുണ്ടായ ചെറിയ ഒരു സ്പാർക്ക് ഗ്യാസുമായി സമ്പർക്കത്തിൽ വന്നതാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവ സമയത്ത് വീടിന്റെ പരിസരത്ത് ഗ്യാസിന്റെ രൂക്ഷമായ മണമുണ്ടായിരുന്നതായി വീട്ടുകാർ മൊഴി നൽകി. കുളിമുറിക്കകത്ത് പെട്ടെന്നുണ്ടായ തീഗോളത്തിൽപ്പെട്ട് വാതിൽ തകർന്നു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് അദാനി ഗ്യാസ് കമ്പനിയുടെ ജീവനക്കാരെത്തി ഗ്യാസ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വാതക ചോർച്ച സ്ഥിരീകരിച്ചു. കുളിമുറിക്ക് സമീപത്തുകൂടി അടുക്കളയിലേക്ക് കടന്നുപോകുന്ന ഗ്യാസ് കണക്ഷന്റെ മീറ്ററിന് താഴെ നിന്നാണ് ചോർച്ച കണ്ടെത്തിയത്. അധികൃതർ സ്ഥലത്തെത്തി പൈപ്പ് പുറത്തെടുത്ത് ചോർച്ച പരിഹരിക്കുകയായിരുന്നു. അതേസമയം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വാതക ചോർച്ച ഉണ്ടാകുന്നത് ആദ്യമായല്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെയും ഇവിടെ പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് മീറ്റർ മാറ്റി സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും മീറ്ററിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദമുണ്ടായെന്നും ഇക്കാര്യം അധികൃതരെ പലതവണ അറിയിച്ചിട്ടും അവർ തിരിഞ്ഞു നോക്കിയില്ലെന്നും വീട്ടുകാർ ആരോപിച്ചു. തൃശൂർ റോഡിലും കുറുക്കൻപാറയിലെ വിവിധ ഭാഗങ്ങളിലും പൈപ്പ് ലൈനുകൾ പൊട്ടി വാതക ചോർച്ചയുണ്ടാകുന്നത് പതിവായിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ പരാതി നൽകിയാൽ പോലും അദാനി ഗ്യാസ് അധികൃതർ വേണ്ടത്ര ഗൗരവത്തോടെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള കമ്പനിയുടെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരെ പുസ്തകവും വായനയും ആയുധമാക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന CF രാജൻ രചിച്ച മാനവൻ കേഴുന്ന ലോകം എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എളവള്ളി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ RA അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. കാലിക്കറ്റ് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ആദ്യപ്രതി ഏറ്റുവാങ്ങി. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, TT ശിവദാസൻ, PG സുബിദാസ്, BR സന്തോഷ്, PA ഷൈൻ, CT ജാൻസി, ആനി ജോസ്, തുളസി രാമചന്ദ്രൻ, ദേവദാസ് ആനേടത്ത് എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സ്വതന്ത്ര കലാപരിഷത്ത് വായനശാലയുടെയും സംഘാടനത്തിൽ നടന്ന പുസ്തക പ്രകാശന സദസ്സിൽ നാട്യകലാവേദിയുടെ വീരനാട്യവും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വെള്ളർക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി കേസെടുപ്പിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിന് 4.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് MLAയും LDF പഞ്ചായത്ത് ഭരണസമിതിയും 2 തവണ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നുവെന്നും നിർമ്മാണം നടക്കാതിരിക്കുകയും കുഴികളിൽ ചാടി ബൈക്ക് യാത്രക്കാർ വീണ് പരിക്കുപറ്റുന്നത് നിത്യസംഭവമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടിലെ യുവാക്കൾ പരാതി പറയുവാൻ പഞ്ചായത്തിലെത്തിയത് എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതിയോടെയാണ് ഇവർ ഭരണസമിതി യോഗ ഹാളിലേക്ക് എത്തിയത്. പ്രസിഡന്റുമായി സംസാരിച്ച് മടങ്ങുന്നതിനിടയിൽ ചില CPIM മെമ്പർമാർ മനഃപൂർവ്വം വാക്കേറ്റമുണ്ടാക്കി സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും
കോൺഗ്രസ് മെമ്പർമാർ ഇടപെട്ടതിനെ തുടർന്ന് സമാധാനപരമായാണ് ഇവർ തിരിച്ചു പോന്നത് എന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം CPIM ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള യുവാക്കൾക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്നും യുവാക്കൾ യോഗത്തിൽ അക്രമം നടത്തിയിട്ടില്ലെന്നും പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പരാതി നൽകിയതെന്ന് സെക്രട്ടറി പോലീസിൽ അറിയിച്ചതായും ഇവർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി MLAയും MP യും പഞ്ചായത്തും ഉൾപ്പെടുന്ന CPIM വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. കാരായി രാജനെ MLA ആക്കിയ പാർട്ടി ആരാ? കാരായി രാജൻ ഫസലിനെ കൊന്ന കേസിലെ പ്രതി. പിന്നെയോ കോടിസുനിയുടെ പാർട്ടി, കോടിസുനിയെ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി കിർമാനി മനോജിനെയും ട്രൗസർ മനോജിനെയും അതുപോലെ തന്നെ ഷാഫിയെ നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നവരെയും അതുപോലെ അരിയൽ ഷുക്കൂറിനെ കൊന്നവരെയും സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ജനാധിപത്യ രൂപത്തിൽ റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ട് ചെന്ന ചെറുപ്പക്കാരെ ഗുണ്ടകളെന്ന് വിളിക്കുക. വെള്ളറക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം കോൺഗ്രസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറിമാരായ MH നൌഷാദ്, അക്ബർ അലി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആന്റോ പോൾ, സലാം വലിയകത്ത്, പ്രകാശൻ പേങ്ങാട്ടുപാറ, രഞ്ജു താരു, ഷൈനി തമ്പി, VM ഇബ്രാഹിം, NV ആന്റണി മാസ്റ്റർ എന്നിവരും പഞ്ചായത്ത് മെമ്പർമാരും സംസാരിച്ചു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. കാട്ടകമ്പാൽ അച്ഛന്റെ കബറിടത്തിൽ വെച്ചിരുന്ന നിലവിളക്ക് മോഷണം പോയി. ശനിയാഴ്ച പുലർച്ചെയാണ് കവർച്ച. ഗേറ്റ് ചാടി കടന്നെത്തിയ കള്ളൻ നിലവിളക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ പള്ളിയിലെ CCTV ക്യാമറയിൽ വ്യക്തമായിട്ടുണ്ട്. നടുമുറി എൽദോമാർ ബസേലിയോസ് കുരിശുപള്ളിയിലെ തൂക്കുവിളക്കും മോഷണം പോയി. പള്ളി ഭരണസമിതി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം നഗരസഭയുടെയും പൗരാവലിയുടെയും സംയുക്ത നേതൃത്വത്തിൽ ചിറളയത്ത് അമ്മാളു ശാന്തകുമാരിയുടെ 1ാം ചരമവാർഷിക ദിന അനുസ്മരണ പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. അമ്മാളു ശാന്തകുമാരി നഗരസഭയ്ക്ക് ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കീഴൂർ പകൽവീട്ടിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ 3, 4, 5 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ KA അസീസ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, T സോമശേഖരൻ, ആർഷ ജിജു, വാർഡ് കൗൺസിലർമാരായ രേഷ്മ സുനിൽ, VM ഷീബ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി കുന്നത്തേരി പൗർണമി കലാസമിതിയും TP ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയും ചേർന്ന് TP ഉണ്ണികൃഷ്ണൻ മാഷ് അനുസ്മരണവും വിദ്യാർത്ഥി അനുമോദനവും നടത്തി. ശനിയാഴ്ച വൈകിട്ട് കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം V സന്ധ്യ അധ്യക്ഷയായി. NSS മുൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി മുഖ്യാതിഥിയായി. KSCB വർക്കേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി ദിജീഷ് K അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീകൃഷ്ണക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി വാസുദേവൻ പയ്യഴി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖില, A ദേവദാസ്, ശിവശങ്കരൻ, പ്രേമവത്സൻ, കുടുംബശ്രീ സെക്രട്ടറി ഉഷാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. SSLC +2, LSS, USS, മറ്റ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥികളും പൗർണമി രക്ഷാധികാരി KA രാമകൃഷ്ണൻ, സെക്രട്ടറി KK പ്രഭാകരൻ, സുരേഷ് എന്നിവരും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം V സന്ധ്യയെ പൗർണമി രക്ഷാധികാരി KK കുമാരൻ ആദരിച്ചു. പൗർണമി പ്രസിഡന്റ് KC നിമേഷ് സ്വാഗതവും R ഗായത്രി നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് രക്ഷാധികാരികളായ TS സുബ്രഹ്മണ്യൻ, KV രവീന്ദ്രൻ, യുവജനവേദി ഭാരവാഹികളായ ഋതുദേവ്, കാവ്യ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മാർത്താറ്റിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശി അച്ഛൻ പറമ്പിൽ വീട്ടിൽ 17 വയസ്സുള്ള ആദിത്യ മഹാദേവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:15ഓടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്.
ആർത്താറ്റ് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂട്ടർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ബൈക്ക് യാത്രികന്റെ കാലിന് പരിക്കേറ്റു. അപകടം നടന്നയുടൻ തന്നെ 108 ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. നാടിന്റെ യുവതലമുറയെ നേരിന്റെ നേർവഴിയിലേക്ക് നയിക്കാൻ ഗ്രാമീണ വായനശാലകളുടെ പങ്ക് നിർണായകമെന്ന് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ. പെരുന്തുരുത്തി ജ്ഞാനോദയം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന SSLC +2 വിജയികൾക്കുള്ള ആദരണീയം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് സജി പെരുന്തുരുത്തി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ഷഹന പെരുന്തുരുത്തി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് മുഖ്യാതിഥിയായിരുന്നു. വായനശാല ഭാരവാഹികളായ അക്ഷയ്, നിധിൻ എന്നിവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ആഘോഷമായ തിരുനാളിന്റെ ഭാഗമായുള്ള പാട്ടുകുർബാനയ്ക്ക് ഫാദർ സെബി കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നിരവധി വിശ്വാസികൾ അണിനിരുന്ന ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. പ്രദക്ഷിണം ദേവാലയത്തിലെത്തി സമാപിച്ച ശേഷം ഊട്ടുനേർച്ച സദ്യയുടെ വെഞ്ചരിപ്പും വിതരണവും നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, ട്രസ്റ്റിമാരായ സൈമൺ വടുക്കൂട്ട്, വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ആൽബിൻ ആൻഡോ ചെറിയത്ത്, തിരുനാൾ ജനറൽ കൺവീനർ ആൽവിൻ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന ദൈവാലയത്തിലെ പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം രക്തദാനം നടത്തിക്കൊണ്ട് ഫൊറാന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. തിരുനാൾ കൺവീനർ KC ഡേവിസ്, രക്തദാന ക്യാമ്പ് കൺവീനർ ടിനിൽ തോമസ്, ജോയിന്റ് കൺവീനർമാരായ നിതിൻ റാഫേൽ, ബീന ജെയ്സൺ, നടത്തുകൈക്കാരൻ MK ജോഷി, കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, പ്രതിനിധി യോഗം സെക്രട്ടറി MD ജോജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് ജ്ഞാനപ്രദായനി വായനശാലയുടെയും പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ഡോക്ടർ സ്മിതാദാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ മുഖ്യാതിഥിയായി. സെമിനാറിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഓമന ബാബു, ബിന്ദു മേനോൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. വായനശാലയുടെ മെമ്പർഷിപ്പ് വിതരണം കടവലൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ അബ്ദുൾ റസാഖ് നിർവഹിച്ചു. 10ാം ക്ലാസ്സിലും +2വിലും വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇതോടനുബന്ധിച്ച് ബഷീർ മണിമോന്റെ നേതൃത്വത്തിൽ പ്രോഗ്രസീവ് ഗായക സംഘം പാട്ടുനേരം ഗാനാവതരണം നടത്തി. വായനശാല സെക്രട്ടറി റംല അക്ബർ സ്വാഗതവും ക്ലബ് സെക്രട്ടറി അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. ഇന്ധനവില വർധനയ്ക്കെതിരെ CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ TP ജോസഫ്, രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. നേതാക്കളായ KV ശങ്കരനാരായണൻ, PK സുരേഷ് കുമാർ, ജോൺസൺ മാഷ്, PK പ്രകാശൻ, CA ഷമീർ, അനോജ് വേലൂർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി. കോട്ടേക്കാട് ഫൊറോന CLC കുറ്റേക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന CLC ത്രിദിന പരിശീലന ക്യാമ്പിൽ ലോക രക്തദാന ദിനാചരണവും പ്രതിജ്ഞയെടുക്കലും നടന്നു. 78 തവണ രക്തം ദാനം ചെയ്ത മേജർ PJ സ്റ്റൈജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബോധവൽക്കരണത്തിന് കോട്ടേക്കാട് ഫൊറോന പ്രസിഡന്റ് ആൻ തെരേസ റോജൻ, സെക്രട്ടറി PA റൊണാൾഡ്, ട്രഷറർ എയ്ജോ ഷാജു എന്നിവരോടൊപ്പം ക്യാമ്പിലെ മറ്റ് CLC ഭാരവാഹികളും പങ്കെടുത്തു. വെള്ളിയാഴ്ച ആരംഭിച്ച പരിശീലനം ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. അഞ്ഞൂർ അങ്ങാടിയിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് കത്തോലിക്ക ദേവാലയത്തിലെ കുർബാനയ്ക്കു ശേഷം ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു. തുടർന്ന് കുരിശുപള്ളിയിൽ ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം നേർച്ചയൂട്ടും പായസ വിതരണവും ഉണ്ടായി. അഞ്ഞൂർ കത്തോലിക്ക പള്ളി വികാരി സിൻഡോ പാറയിൽ നേതൃത്വം നൽകി.
തിരുനാളിനോടനുബന്ധിച്ച് രാഗദീപം, കൈരളി ബാൻഡ് സംഘങ്ങളുടെ ബാൻഡ് മേളവും അരങ്ങേറി. അന്താരാഷ്ട്ര പുരസ്കാര തിളക്കത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനുമായ MS ഷബീർ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകിയ അപ്രിസിയേഷൻ അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി VD സതീശനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത്. വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് വടക്കേക്കാട് സ്വദേശിയായ ഷബീറിന് ഈ അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചത്. പുരസ്കാരം സ്വീകരിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ആധുനികവും തൊഴിൽ കേന്ദ്രീകൃതവുമാക്കി മാറ്റുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ടും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറി. അധ്യാപകരായ അബ്ദുൾ മുഹീസ്, മുഹമ്മദ് മിയാസ്, തസ്ലീം, സലീം മാരാത്ത്, OM ജാബിർ എന്നിവരും സന്നിഹിതരായിരുന്നു. കേരള പ്രകൃതി സംരക്ഷണ സംഘം നേതൃത്വത്തിൽ കൂറ്റനാട് കെന്റ് പബ്ലിക് സ്കൂളിൽ ലോക പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ N പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ജോബി പോൾ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രൗഷർ പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി സ്കൂൾ അധികൃതർക്ക് കൈമാറി. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് വൃക്ഷത്തൈ കൈമാറ്റം നടത്തി. സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ കരീം പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സിവിൽ പോലീസ് ഓഫീസർ T ബെന്നി, അധ്യാപകരായ NS ഗീത, VM കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിന ക്വിസ് മത്സരത്തിൽ വിജയികളായ ആദിത്യ മേനോൻ, ആദിദേവ് ജയേഷ് എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ചരമം. പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് മണാളത്ത് വളപ്പിൽ പരേതനായ അബ്ദുൾ റഹ്മാൻ മകൻ അഹമ്മദ് ഉണ്ണി നിര്യാതനായി. 80 വയസ്സായിരുന്നു. റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനാണ്. ഖബറടക്കം ഒറ്റപ്പിലാവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സുലേഖ ഭാര്യയും ഷാജഹാൻ, ഷീജ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.